ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ആക്ച്വലി ഞാൻ ഇന്ന് ഒരു റീഡിംഗ് ഇടുന്നുള്ളൂ. അത് ഞാൻ ഇന്ന് ഗൈഡൻസ് ഇടുന്നില്ല. ഓക്കെ, പക്ഷെ ഇതിൽ ഗൈഡൻസ് ആയിട്ട് ഞാൻ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഗൈഡൻസ് പോലെ കൂടി പറയാൻ ഞാൻ എടുക്കുന്നുണ്ട് ബുക്കിൽ നിന്ന്. ബാക്കി പക്ഷെ റീഡിങ് ഞാൻ റിലേഷൻഷിപ്പിനെ കണക്കാക്കിയിട്ട് ചെയ്യും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യന് നിങ്ങൾക്കൊരു ഐഡിയ എങ്കിലും കിട്ടട്ടെ. ഇത് റിലേഷൻഷിപ്പിനും ആവാം, ജനറൽ ആയിട്ടും ആവാം. ഓക്കെ, സോ ആ രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, ജനറൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന കാര്യം, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഫാമിലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ്, ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്ത് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ശരി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. അതിനുള്ള നമുക്ക് ആൻസർ ഇവിടെ നിന്ന് നോക്കാം. ആൻഡ് ഇത് ബാക്കി മുന്നോട്ട് നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയും. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ. യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു ആൻസർ നോക്കാം. ഓക്കെ, ദ ഇമേജ് ഇൻ ദ ക്രിസ്റ്റൽ ബോൾ ഇസ് അൺമിസ്റ്റേക്കബിൾ. ഓക്കെ, യു വിൽ ഹാവ് ടു ഇംപ്രൊവൈസ് എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ലേശം വഴി ഒന്ന് മാറ്റി ചിന്തിക്കണം എന്ന രീതിയിലാണ്. ഇംപ്രൊവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയ ഒന്ന് മാറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിക്കുക എന്ന രീതിയിൽ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്കെ, നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു തടസ്സം വന്നു, അതിനെ നമ്മൾ ചാടി കിടക്കണോ അടി കൂടെ പോകണോ എന്ന് ഒരു മാരിയോന്റെ ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അറിയാം. ഓക്കെ, അല്ല ഏതിലായാലും ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തടസ്സം വന്നു. ഓക്കെ, അതിനെ എങ്ങനെ മറികടക്കും? അതായത് നിങ്ങൾ ഇനി അതിന്റെ സൈഡിൽ കൂടെ ചുറ്റി ഒന്ന് വളഞ്ഞു പോകണോ, വേറെ വഴി പിടിക്കണോ, അതോ ചാടിക്കടന്ന് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, അതോ ഇനി അടി കൂടെ വല്ല വഴിയുണ്ടോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് മാറ്റി, അതായത് നമ്മൾ പോകാൻ തീരുമാനിച്ച വഴിയല്ല എന്നർത്ഥം. ഓക്കെ, ഒരല്പം ഒന്ന് മാറ്റി നിങ്ങൾ പ്രവർത്തിക്കണം, ചിന്തിക്കണം എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അതും പെട്ടെന്ന് വേണ്ടി വരും. കാരണം ആ തടസ്സം നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്ന രീതിയിലാണ്. പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് മാറ്റി. ഓക്കെ, ശരി, അതായത് നമ്മൾ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അതിനവിടെ നമ്മൾ അയ്യോ തടസ്സം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോരുത്. ഓക്കെ, അപ്പം തന്നെ നിങ്ങളുടെ ബ്രെയിൻ അത്ര ഷാർപ്പായിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ ശരി, ഇത് വർക്ക് ചെയ്തില്ല, ഫൈൻ, അടുത്ത മെത്തേഡ്, അങ്ങനെ ആ രീതിക്ക് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ഏത് കാര്യത്തിലായാലും ശരി, റിലേഷൻഷിപ്പിന്റെ ജനറൽ ആയിട്ട് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ നമ്മൾ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു കോഡ്, നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, ആ സമയത്ത് അതിൽ ചെറിയ ഒരു പ്രശ്നം വന്നു. ഓക്കെ, അപ്പം ഇനി ഇതിനെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്? ഓക്കെ, ഈ വഴി ഇപ്പം ഈ മെത്തേഡ് ഞാൻ ആലോചിച്ച് വർക്ക് ചെയ്തില്ല, വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ. ഓക്കെ, ആ രീതിയിൽ ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ അതിനെ ആ രീതിക്ക് ചിന്തിക്കുക. റിലേഷൻഷിപ്പിലായാലും ഇപ്പം നിങ്ങളൊരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അത് അതുപോലെ നടന്നില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഇടയിൽ വന്നു, തടസ്സം വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അതിനെങ്ങനെ മറികടക്കും? നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാം. ഓക്കെ, ചിന്തിച്ച് നിങ്ങൾക്ക് അതിനുള്ള കഴിവുകളുണ്ട്, എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് കഴിവ് തരും. ഓക്കെ, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, എത്ര എളുപ്പമായിരിക്കില്ല അല്ലേ? ഓക്കെ, ഒന്നുകൂടി ആലോചിച്ചോളൂ, ഒരു ക്വസ്റ്റ്യൻ കൂടി ആലോചിച്ചോളൂ. According to the palm reader, the ring finger indicates you must gamble to make it happen. ഓക്കെ, റിംഗ് ഫിംഗർ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ വിരല് ആയിരുന്നു. ഓക്കെ, ആ വിരല് എനിവേ അതെന്താണാവോ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഗാമ്പിൾ എടുക്കേണ്ടി വരും. ഗാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, ആ ഒരു കാര്യം നിങ്ങളുടെ വർക്കൗട്ട് ആവാൻ. ഓക്കെ, നിങ്ങൾ എന്താണോ ഇപ്പോൾ ചോദിക്കുന്നത്, നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ആ ജോലി നിങ്ങൾ അപ്ലൈ ചെയ്ത കാര്യത്തിൽ ഒരു തടസ്സം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പേപ്പർ മിസ്സിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കിട്ടിയില്ല എന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെയാണ് അതിനെ നമ്മൾ കിട്ടാൻ ശ്രമിക്കുക, എങ്ങനെയാണ് നമ്മൾ അതിനെ മറികടക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് അത് മാത്രമല്ല, ചില റിസ്ക് എടുത്ത് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് റിസ്ക് ആയിരിക്കും. അതായത് നിങ്ങൾ ഇപ്പം അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, പൈസ ഇടുന്നു. ഓക്കെ, പൈസ ഇട്ടാൽ നിങ്ങൾക്ക് ഉറപ്പില്ല, അത് കിട്ടുമോ കിട്ടില്ലേ, നടക്കുമോ നടക്കില്ലേ അറിയില്ല, ഉറപ്പില്ല. ബട്ട് എന്നാലും നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്ന ഒരു ചെറിയ റിസ്ക് എടുത്തിട്ട് റിസ്ക് ആയാൽ പോലും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. അതിനുള്ള റിസൾട്ട് പിന്നെ ചിലപ്പോൾ പിന്നീട് വരും. ഓക്കെ, നമ്മൾ ഇടേണ്ട എഫേർട്ട് ഇപ്പോൾ ഇടണം എന്ന രീതിയിൽ കണക്കാക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. നിങ്ങളെ ഇതേ സിറ്റുവേഷൻ ആയിരിക്കാം, വേറെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ പോസ് ചെയ്തോളൂ, ഇടയിൽ ഞാൻ പറയാൻ മാത്രം. ഓക്കെ, യു ഹവ് ഡ്രോൺ ദ ഡെത്ത് കാർഡ്. വാട്ട് അപ്പിയേഴ്സ് ടു ബി ഔട്ട് ഓഫ് റീച്ച് ഇസ് നോട്ട് എനിത്തിങ് ബട്ട്. ഓക്കെ, നിങ്ങൾ
പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കും എന്നാണ് പറയുന്നത്. ഡെത്ത് കാർഡ് നമ്മൾ എപ്പോഴും റിന്യൂവൽ എന്നാണ് പറയാം. എന്തെങ്കിലും ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ അതിനൊരു പുതിയ തുടക്കം കൂടി അതിൻ്റെ തൊട്ട് പുറകിലുണ്ടാവും എന്നാണ് പറയാം. ഓക്കെ, ഒരു പുതിയ ജനനം കൂടി ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങൾ തടസ്സം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തടസ്സം മറികടന്ന് നിങ്ങൾക്കൊരു ഒരു പുനർജന്മം അവിടെ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും, സക്സസ്സിലേക്ക് നിങ്ങൾ എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, തടസ്സമുണ്ട്, പക്ഷെ തടസ്സം നിങ്ങൾക്ക് അപ്പോൾ തടസ്സം കാണുമ്പോൾ നിങ്ങൾ തോന്നും ഓക്കെ ഇതവിടെ എൻ്റെ ആയി, വഴി അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അല്ല, വഴി അവസാനിച്ചതല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എത്തേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും. ഒരു ചെറിയ ഡിലേ വന്നു എന്ന് മാത്രം, ഒരു തടസ്സം വന്നു എന്ന് മാത്രം. അത് മറികടക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നോ, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ബ്രെയിൻ അത്രയ്ക്ക് ഷാർപ്പാക്കുക. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങളൊരു ഡിസപ്പോയിൻമെന്റിലേക്ക് പോകാതിരിക്കുക. അയ്യോ നടന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു ഡിസപ്പോയിൻമെന്റിലേക്ക് ദയവ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, നടന്നില്ല, ശരി ഫൈൻ, ഓക്കെ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ ചിന്തിക്കാൻ പഠിക്കൂ. നിങ്ങളുടെ ബ്രെയിനിനെ അങ്ങനെ പറഞ്ഞ് ഞാൻ പറയുന്നത് കേട്ടിട്ടെങ്കിലും ആ ഒരു ആൾ അവിടെ ഇരുന്നിട്ട് യൂട്യൂബിൽ എപ്പോഴും പറയുന്നുണ്ടല്ലോ അങ്ങനെ ആലോചിച്ചിട്ടെങ്കിലും ഓക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും മനസ്സിനെ പോസിറ്റീവാക്കി വെക്കുക എന്നല്ല, നെഗറ്റീവാണ് കാര്യം, നെഗറ്റീവാണ് ശരിയാണ്. ഓക്കെ, എന്ന് വെച്ച് നിങ്ങൾക്ക് വഴിയില്ല, അതിരിക്കില്ല. ദൈവം എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു വഴി എവിടെയെങ്കിലും തുറന്നിടാതിരിക്കില്ല. ഓക്കെ, സോ നിങ്ങളത് മറികടക്കാൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നമ്മളതിന് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഞാൻ ഇനിയുള്ള റീഡിങ് ലേശം റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും കൂടുതൽ പറയാം. ഓക്കെ, ജനറൽ എന്തെങ്കിലും കണ്ടാൽ ഞാൻ പറയാം, ബട്ട് എനിക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ പറയാം. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ജസ്റ്റ് ഇന്നത്തെ എനർജീസ് എന്ന രീതിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് എടുക്കാം. യൂണിവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് എന്ന രീതിയിൽ പറയാം. ജനറൽ ഗൈഡൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആയിട്ട് നമുക്കിന്ന്. ഓക്കെ, ടെമ്പറൻസ്, ബാലൻസ്, ഹാങ്മാൻ, രണ്ടും ഒരുവിധം സിമിലർ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, യെസ് ഗുഡ്. 5 ഓഫ് പെൻറ്റിക്കിൾസ്, ഹയറഫന്റ്. ഓക്കെ, ഇത് ബോട്ടമിൽ കണ്ടാണ് ഞാൻ എടുക്കണ്ടെന്ന് വെച്ച് മാറ്റിയതാണ്. അപ്പോഴേക്കും അത് പിന്നെയും വന്നു. ഏസ് ഓഫ് വോൺസ്, 9 ഓഫ് സോർഡ്സ്, എംപറർ. ഓക്കെ, ജഡ്ജ്മെന്റ്, ഓക്കെ. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസിൽ പറയുമ്പോൾ ഒരു ബാലൻസ് വരുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു ബാലൻസ് മുന്നോട്ട് വരും. ഓക്കെ, നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, റിലേഷൻഷിപ്പിൽ മുന്നോട്ടൊരു മൂവ്മെന്റ് ഇല്ല, ഓക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല, ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ മേ ബി നിങ്ങൾ വോക്കവേ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വിട്ടു പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോയിട്ടുണ്ടാവാം, നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ ഒരു അഗെയിൻ 5 പെൻറ്റിക്കിൾസും നമ്മൾ ലോസിൻ്റെ കാര്യമാണ് പറയുക. ചിലപ്പോൾ പേഴ്സണിന് ഫൈനാൻഷ്യൽ ലോസസ് വന്നിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വിട്ടുപോയ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ വിട്ടു പോകുമെന്നുള്ള പേടി. ഓക്കെ, വിട്ടു പോകുമെന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി തോന്നുന്നത് അവർക്ക് ആക്ഷൻ എടുക്കാനാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് വാൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് തന്നെ ആക്ച്വലി ഇത് രണ്ടും എല്ലാം പറയുന്നത് നമ്മളൊരു മാരേജിനെ കുറിച്ചാണ്, കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ്. കമ്മിറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. എപ്പോഴും ഞാൻ പറയുമ്പോൾ മാരേജ് സാധിക്കുന്നവർക്ക് മാരേജ് നടക്കും. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതാം. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളോടാണ് അവർക്ക് സ്നേഹം, നിങ്ങളുടെ കൂടെ അവർ മാക്സിമം ഉണ്ടാവും, അവർക്ക് പറ്റുന്നത്രയും അവർ നിങ്ങളുടെ കൂടെ കമ്മിറ്റഡ് ആയിട്ട് അവർ നിൽക്കും. അതായത് ഒരു വ്യക്തിയുടെ ട്രസ്റ്റ് നമ്മൾ പറയില്ലേ, ഒരു ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ വ്യക്തിയെ എന്ന രീതിയിൽ. ഓക്കെ, അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്, നിങ്ങളുടെ അടുത്ത് വളരെയധികം അറ്റാച്ച്മെന്റ് അവർ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ റിലീജിയൻ വേറെ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ റിലീജിയൻ വേറെ ആണെങ്കിൽ മേ ബി തടസ്സങ്ങളുണ്ടാവും, മാരേജിനൊക്കെ തടസ്സങ്ങളുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്ത് വളരെയധികം കമ്മിറ്റഡ് ആണ്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയാം, അല്ല ജസ്റ്റ് സിറ്റുവേഷൻ സ്റ്റക്ക് ആണെങ്കിലും ഓക്കെ അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കും ടെൻഷൻ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് അവർക്കും രാത്രി ഉറക്കമില്ലാത്ത ഒരു കാര്യം പോലെയാണ്. ഓക്കെ, അവർക്ക് നിങ്ങൾ വിട്ടുപോകുന്നുള്ളൊരു പേടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ വളരെയധികം ഇപ്പോൾ ബാലൻസ്ഡായിരിക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവാം പ്ലീസ്. ഓക്കെ, നിങ്ങളൊരു ബാലൻസിലേക്ക് വരിക. നിങ്ങളുടെ ഇമോഷൻ, അതായത് ഓവറായിട്ട് അവരോട് ഇപ്പോൾ പിന്നാലെ പോകാതെ അറ്റാച്ച്മെന്റ് ഇല്ലാതെ അങ്ങനെയൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നുണ്ടാവും നിങ്ങൾ അവരെ വിട്ടു പോവുക എന്നുള്ളൊരു പേടി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ്, അതായത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒരിക്കലും വിട്ടുപോകരുത് എന്ന രീതിയിൽ നിങ്ങളവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് എന്തായാലും ഫ്യൂച്ചർ വേണം എന്ന രീതിക്ക് തന്നെയാണ് ചിന്ത അവർ മനസ്സിലായത്. ആൻഡ് ഇവിടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. സോ എവിടെയോ യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, യൂണിവേഴ്സ് ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ പേഴ്സണിനെ കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് മാറി നിന്നു, അല്ലെങ്കിൽ അവരൊരു ആക്ഷൻ എടുത്തില്ല, നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട്. അവർ ചില ജഡ്ജ്മെന്റ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകളുടെ ഒരു ഇതെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫീലിങ്സ് പറയാൻ വരും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് ഇപ്പം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അല്ല നിങ്ങൾ ഓൾറെഡി ടച്ചിലൊക്കെ ഉള്ളവരാണെങ്കിലും അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, മേ ബി അത് പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ കാരണം ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ഇവിടെ ഇത് എനിക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എന്തോ നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് ചില ഒരു അടി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, ഒരു 1-2 വാർണിംഗ് കൊടുക്കും. ആ വാർണിംഗിൽ പഠിച്ചില്ലെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുമെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ എനർജീസ് ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. കോണ്ടാക്ട് ഇല്ലെങ്കിൽ കുറേ ആയിട്ട് കോണ്ടാക്ട് ഇല്ല എന്ന രീതിക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അല്ല ചിലവർക്ക് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ സിറ്റുവേഷൻ ഒന്നും മൂവ് ചെയ്യുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ ഒന്നും മുന്നോട്ട് എന്താ ഫ്യൂച്ചർ എന്ന് പറയുന്നില്ല എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ആക്ച്വലി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് തന്നെയാണ്. ഞാൻ ഈ 3 of Swords, High Priestess, 3 of Wands. വാവ്, 3 തേർഡ് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ആക്ച്വലി യെസ്, മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചില ടവർ മൊമെൻറ്റ് നടക്കുന്നതായിട്ട് പറയാം. അത് നമ്മൾ പറഞ്ഞ പോലെ ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് നടക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് ചില ഹാർട്ട് ബ്രേക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടിയെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ ഫാമിലി ആവാം, ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിലാവാം, എന്തും ആയിക്കോട്ടെ. ഓക്കെ, മാരീഡ് ആവാം, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി ഇടയിലുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർ തകർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരു വിഷമങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വേഗം വരണം എന്ന രീതിക്കാണ് അവരുടെ മനസ്സിൽ. സൈലൻ്റ് ആയിരിക്കാം ഇപ്പോൾ. ഓക്കെ, സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, പക്ഷേ ബാക്കിൽ യൂണിവേഴ്സ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എനർജീസ് ഇവിടെ ഐ തിങ്ക് സ്റ്റക്ക് എനർജിയാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, എല്ലാം പറയുന്നുണ്ടാവില്ല, ബട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അവരെങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരണം എന്ന രീതിയിൽ അവർക്ക് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് അവർ കമ്മിറ്റഡ് ആണ്. ഓക്കെ, അവർ മനസ്സുകൊണ്ട് അവർ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, തേർഡ് പാർട്ടി ഐ തിങ്ക് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ലേശം ഇവിടെ ഹാർട്ട് ബ്രേക്ക് അവർക്ക് വന്നിട്ടുണ്ട്, വേദനകൾ കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി അവരെ ലൈക്ക് എന്തെങ്കിലും അവർ ലൈഫിൽ ഇഷ്യൂസ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ടവർ കാർഡും ഉണ്ടായിരുന്നു അല്ലേ. സോ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ. ഓക്കെ, നമ്മൾ ആദ്യം എടുത്ത ബുക്ക് ഓഫ് ആൻസേഴ്സിൻ്റെ വെച്ച് പറയുമ്പോൾ തടസ്സം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ആലോചിക്കുക അതിനെങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഇപ്പോൾ പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെങ്ങനെ മറികടക്കാമെന്ന് ഐ തിങ്ക് നിങ്ങൾ ചിന്തിക്കാനുണ്ട്. ഓക്കെ, പ്ലാൻ ചെയ്യാനുണ്ട്. നിങ്ങൾ മാറി നിൽക്കണോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, അങ്ങനെയാവാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസിനെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനെന്ന്. എല്ലാം കൂടി ഒരു മിക്സ് ഒരു റീഡിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റിലീസ് യുവർ എക്സ്, അൺറിക്യൂട്ടഡ് ലവ്. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻസസ് ആൻഡ് കരിയർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ ചിലപ്പോൾ വിട്ട് നിങ്ങൾ മാറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ മാറിപ്പോകാൻ ആഗ്രഹിക്കും. ചിൽഡ്രൻ ഉണ്ട്, ആക്ച്വലി ഇതാണ് പറഞ്ഞത്, മേ ബി അവർ മാരീഡും ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, തേർഡ് പാർട്ടി എൻ്റെ മാരീഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ. ആൻഡ് ചിലവരോട് പറയുന്നുണ്ട് നിങ്ങൾ എക്സിനെ റിലീസ് ചെയ്ത്, അതായത് നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ നോ കോണ്ടാക്ട് സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ അവരെ റിലീസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അൺറിക്യൂട്ടഡ് ലവ്, ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. ഓക്കെ, ഇവിടെ ഇടയിൽ നിങ്ങൾ തമ്മിലുള്ള സ്റ്റേജിൽ ഇപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു സ്റ്റക്കാണെന്ന് പറഞ്ഞു അല്ലേ. മേ ബി നിങ്ങൾ തമ്മിലിപ്പോൾ ആ ഒരു അട്രാക്ഷനോ പഴയ പോലെ ആ ഒരു അട്രാക്ഷനോ അറ്റാച്ച്മെൻറ്റോ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഇപ്പോൾ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ മാറിപ്പോവാൻ ശ്രമിക്കാം. ഓക്കെ,
ആൻഡ് ഫൈനാൻസസ് ആൻഡ് കരിയർ എന്ന് പറയുന്നത് ചിലവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം കേട്ടോ, എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. ഓക്കെ, അത് ഓർമ്മ വയ്ക്കാം. ഫ്ലേർട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എൻഗേജ്മെന്റ്, ഗുഡ്. വെഡിങ്, ഓക്കെ, വാവ്, മൈ ഗോഡ്. ഓക്കെ, ചിലവർക്ക് അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രോബ്ലം ഉള്ള ആൾക്കാർ, അതായത് നിങ്ങൾ ചിലവർക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ വാക്ക് അവേ ചെയ്യേണ്ടി വരും എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മേ ബി ആ ഒരു അഡ്വൈസ് വന്നവർക്ക് ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പേഴ്സണുമായിട്ട് ഒന്ന് വിട്ട് നിൽക്കുക, വിട്ടുമാറി പോവുക എന്ന രീതിയിൽ ചിലവർക്കുണ്ട്. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻസ് ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് അവർ സ്റ്റക്കാണ്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ബെറ്റർ ആവാൻ സമയമെടുക്കും എന്ന രീതിയിലൊക്കെ പറയാം. ചിലവർക്ക് ഇവിടെ ഓക്കെ പോസിറ്റീവും ഉണ്ട്. ഓക്കെ, ഫ്ലേർട്ട് എന്ന് പറയുന്നുണ്ട്, എൻഗേജ്മെന്റ് ആൻഡ് വെഡിങ് ഉണ്ട്. സോ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരാനുള്ള, അത് മാരേജ് നടക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ പോസിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ ഒരു എൻഗേജ്മെന്റ് മാരേജ് എന്ന രീതിക്ക് കമ്മിറ്റ്മെന്റ് വരും. ഓക്കെ, അല്ലാത്തവർക്ക് അവിടുന്ന് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാറിപ്പോവാൻ നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാണ്, ചോയ്സസ് നിങ്ങളുടെയാണ്. ഓക്കെ, ചില സിറ്റുവേഷനിൽ അതായത് നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ടിരിക്കുകയാണ് സ്നേഹം. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് തിരിച്ചൊന്നും വരുന്നില്ല. സോ അവിടുന്ന് മാറിപ്പോകണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾ ഐ തിങ്ക് 2 സിനാരിയോ ആണ് ഇവിടെ കാണുന്നത്. സോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മാരേജ് പോസിബിൾ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്ന് ചിലവർക്ക്, അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് അവർ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ചിലവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു മനസ്സുകൊണ്ട് ഒരു അറ്റാച്ച്ഡ് ആണ്, എന്താ പറയുക, ഫെയ്ത്ത്ഫുൾ ആണ് എന്നൊക്കെ പറയാം. ഓക്കെ, ചിലവർക്ക് നിങ്ങളോടത് വിട്ട് മാറിപ്പോവാനുള്ള 2 ചോയ്സ് ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലാണിപ്പോൾ. ഓക്കെ, അങ്ങനെ നിങ്ങൾ മാറി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുക. അതുകൂടി നിങ്ങൾ ഓർമ്മ വയ്ക്കും കേട്ടോ. അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില സ്ട്രോങ് ആക്ഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോഴേ നിങ്ങളുടെ പേഴ്സണും റിയലൈസ് ചെയ്യുള്ളൂ അല്ലേ. ഓക്കെ, സോ എന്നാൽ ഞാൻ 2 കൂടി പറയാൻ ശ്രമിച്ചതാണ്. ഐ എം സോറി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.